ഫിസിക്സ് ബോസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് വർക്ക് പവർ എനർജി എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 5 വീഡിയോ ആണ്. അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എന്തൊക്കെ കണ്ടന്റ് ആണ് എടുക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഐൻസ്റ്റീൻ മാസ് എനർജി ഇക്വലൻസ്, ആ റിലേഷൻ ആണ് പറയുന്നത്. സെക്കൻഡ് വൺ കൊലീഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. പിന്നെ അതിന്റെ കൊലീഷന്റെ ടൈപ്സ്, അതുപോലെ ഇലാസ്റ്റിക് കൊലീഷൻ ഇൻ വൺ ഡയമെൻഷൻ. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ മാസ് എനർജി ഇക്വലൻസിലേക്ക് പോകാം. ഓക്കെ, ഐൻസ്റ്റീന്റെ മാസ് എനർജി ഇക്വലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒരു ഇക്വേഷൻ അല്ലേ, E=mc². ഈ ഒരു ഇക്വേഷൻ എന്താ പറയാ, ഐൻസ്റ്റീന്റെ മാസ് എനർജി ഇക്വലൻസ് എന്ന് പറയാം. അപ്പൊ എന്താണ് ഇക്വേഷൻ? എല്ലാവരും നേരത്തെ പഠിച്ചു തന്നെയാണ്. E=mc² അല്ലെ. ഇതിനാണ് എന്താ പറയാ, ഐൻസ്റ്റീന്റെ മാസ് എനർജി ഇക്വലൻസ് എന്ന് പറയാം. ഇതിൽ മാസ് എം എന്ന് പറഞ്ഞാല് മാസാണ്, എന്ന് പറഞ്ഞാല് മാസാണ് അല്ലെ. അതുപോലെ തന്നെ സി എന്ന് പറഞ്ഞാല് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, അത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്, അതായത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ് സി. ഓക്കെ, അപ്പോൾ ഐൻസ്റ്റീന്റെ മാസ് എനർജി റിലേഷൻ എന്താണെന്ന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതായത് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിന്റെ വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയാം അല്ലെ. അപ്പൊ എനർജി എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റിയുടെ സ്ക്വയർ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. കൊളീഷൻസ് അല്ലെ. അപ്പൊ ഈ കൊളീഷൻസ് എന്താന്ന് മനസ്സിലാക്കണം. കൊളീഷൻസ് പറഞ്ഞാൽ എന്താ? കൊളീഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വസ്തുക്കൾ എന്ത് ചെയ്യും, ബോഡി കൂട്ടിമുട്ടും അല്ലെ. രണ്ട് കൂട്ടിമുട്ടുമ്പോഴാണ് എന്ത് ചെയ്യുക, അവിടെ കൊളീഷൻ ഉണ്ടാവണേ. സപ്പോസ് ഒരു ബോഡി എ എന്നുള്ള ഒരു ബോഡിയാണ്, ബോഡി എ ആൻഡ് ബോഡി ബി. നമ്മൾ എ ബി ഇവ തമ്മിൽ എന്ത് ചെയ്യാം, കൊളൈഡ് ചെയ്യാം അല്ലെ. അവ തമ്മിൽ കൂട്ടിമുട്ടുകയാണ്. അപ്പോൾ കൂട്ടിമുട്ടുകയാണ് എ ബി. ആ ബോഡി കൂട്ടിമുട്ടുകയാണ്. ആ ബോഡി കൂട്ടിമുട്ടി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ പറ്റും, കൊളീഷൻ സംഭവിച്ചെന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് പറയാനുള്ളത് ഈ കൊളീഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റില് നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്സ് ഓഫ് കൊളീഷൻ പറയാനുണ്ട് അല്ലെ. അതുപോലെ വൺ ഡയമെൻഷണൽ കൊളീഷൻ എങ്ങനെ ഉണ്ട് നമുക്ക് പറയാനുണ്ട്. അപ്പൊ ഈ ഓൺ ദ ബേസ് ഓഫ് പ്രോപ്പർട്ടി അടിസ്ഥാനമാക്കി കൊളീഷനെ രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് ഇലാസ്റ്റിക് കൊളീഷൻ. എന്താണ് ഇലാസ്റ്റിക് കൊളീഷൻ? സെക്കൻഡ് വൺ ആണ് ഇൻഎലാസ്റ്റിക് കൊളീഷൻ. അപ്പം ഇലാസ്റ്റിക് കൊളീഷൻ, ഇൻഎലാസ്റ്റിക് കൊളീഷൻ അതെന്താ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടി അടിസ്ഥാനമാക്കിയിട്ട് കൊളീഷനെ രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇലാസ്റ്റിക് കൊളീഷനും മറ്റൊന്നാണ് ഇൻഎലാസ്റ്റിക് കൊളീഷൻ. അപ്പൊ രണ്ട് കൊളീഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതൊന്ന് ഇലാസ്റ്റിക് ആണ്, രണ്ട് ഇൻഎലാസ്റ്റിക് ആണ്. നമുക്ക് ഇതിലെന്ത് ചെയ്യാം, ആ കൊളീഷന്റെ ഒരു ഡിഫറൻസ് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. എന്താണ് കൊളീഷൻ മാത്രം പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം. അപ്പം ഇലാസ്റ്റിക് കൊളീഷൻ അല്ലെ. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യാം, മൊമെന്റം കൺസർവ് ചെയ്തിരിക്കുന്ന കൊളീഷൻ ആണ് എന്ത് ചെയ്യുക, ഇലാസ്റ്റിക് കൊളീഷൻ. അപ്പം രണ്ട് വസ്തുക്കൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലെ. അതുപോലെ തന്നെ അതായത് ഒരു കൊളീഷൻ നടന്നു കഴിഞ്ഞാൽ കൊളീഷന് മുന്നേ ഉള്ള മൊമെന്റും കൊളീഷൻ കഴിഞ്ഞിട്ടുള്ള മൊമെന്റും എന്ത് ചെയ്യുക, ഈക്വൽ ആയിരിക്കും. അതാണ് എന്ത് ചെയ്യാം, മൊമെന്റം കൺസർവ്ഡ് എന്ന് പറയാം. അങ്ങനെ മൊമെന്റം കൺസർവ്ഡ്. അപ്പൊ അതായത് മൊമെന്റത്തിന് യാതൊരു ചേഞ്ചും വരുന്നില്ല. ആദ്യം ഉണ്ടായിരുന്ന മൊമെന്റ് എന്താണോ അത് തന്നെയാണ് അവസാനം കൊളീഷൻ കഴിഞ്ഞ് കിട്ടുന്ന അവസാനമുള്ള മൊമെന്റ്. ആ ഒരു മൊമെന്റത്തിന് എന്ത് ചെയ്യാം, ഇലാസ്റ്റിക് കൊളീഷനിലെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ മൊമെന്റം കൺസർവ്ഡ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തൊരു കാര്യം പറയേണ്ടത്, ഇൻഎലാസ്റ്റിക് കൊളീഷന് മൊമെന്റത്തിന്റെ വാല്യൂ എന്ത് ചെയ്യുക, കൺസർവ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പം ഇലാസ്റ്റിക് കൊളീഷൻ ആയാലും ഇൻഎലാസ്റ്റിക് കൊളീഷൻ ആയാലും ബോത്ത് മൊമെന്റത്തിന്റെ വാല്യൂ, അതായത് ഇലാസ്റ്റിക് കൊളീഷനിൽ മൊമെന്റം നമുക്ക് കൺസർവ് ചെയ്തിട്ടുണ്ട് അതറിയാം. അതുപോലെ ഇൻഎലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ മൊമെന്റം ഈസ് നോട്ട് കൺസർവ്ഡ്. മൊമെന്റം കൺസർവ് ചെയ്യാത്ത ക്വാണ്ടിറ്റി എന്ത് ചെയ്യുക, ഇൻഎലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയാം. ഓക്കെ, പിന്നെ എനർജി പറഞ്ഞാൽ ഇവിടെ പറയുന്നത് കൈനറ്റിക് എനർജി. ഈ ഇലാസ്റ്റിക് കൊളീഷൻ എന്ത് ചെയ്യുക, കൈനറ്റിക് എനർജി കൺസർവ് ചെയ്തിട്ടുണ്ട്. എന്താണ് കൈനറ്റിക് എനർജി കൺസർവ് ചെയ്തിട്ടുണ്ട് ഇലാസ്റ്റിക് കൊളീഷൻ. അതായത് കൺസർവ് ചെയ്ത ടോട്ടൽ എനർജി ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ എന്ത് ചെയ്യുക, ഈക്വൽ ആയിരിക്കും. അതാണ് ടോട്ടൽ എനർജി കൺസർവ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെ പറയുമ്പോൾ മൊമെന്റം ഈസ് കൺസർവ്ഡ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് കേസിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ,
ഇലാസ്റ്റിക് ആകുമ്പോൾ ടോട്ടൽ കൈനറ്റിക് എനർജി കൺസർവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനലാസ്റ്റിക് ആകുമ്പോൾ എന്ത് ചെയ്യുക, കൈനറ്റിക് എനർജി ടോട്ടൽ കൈനറ്റിക് എനർജി കൺസർവ് ചെയ്യാത്ത കൊല്യൂഷൻ ആണ് ഇനലാസ്റ്റിക് കൊല്യൂഷൻ എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഈ ടേബിൾ ആണ് കാര്യമായിട്ട് പഠിക്കേണ്ടത്. അപ്പൊ ഇതിന് ഈ അടുത്ത പറയുന്നത് അതിന്റെ എക്സാമ്പിൾസ് ആണ്. ഇലാസ്റ്റിക് കൊല്യൂഷന്റെ എക്സാമ്പിൾസ് പറയുന്നത് കൊല്യൂഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ്. അപ്പോൾ ഓരോ എക്സാമ്പിളും എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാമിന് പഠിച്ചിരിക്കുക. പിന്നെ ഇനലാസ്റ്റിക് കൊല്യൂഷൻ എക്സാമ്പിൾ ആണ് കാർ ക്രാഷ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മതി. ഇലാസ്റ്റിക് കൊല്യൂഷൻ ആകുമ്പോൾ എന്ത് ചെയ്യുക, ബോത്ത് മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി എന്ത് ചെയ്യുക, കൺസർവ്ഡ്. അപ്പൊ ഒന്നുകൂടി ഇവിടെ ചെയ്താൽ ഇലാസ്റ്റിക് കൊല്യൂഷൻ ആകുമ്പോൾ അത് മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി കൺസർവ്ഡ്. കൈനറ്റിക് എനർജി മൊമെന്റം എന്ത് ചെയ്യുക, കൺസർവ് ചെയ്യും അല്ലേ. അതാണ് എന്ത് ചെയ്യുക ഇലാസ്റ്റിക് കൊല്യൂഷൻ. ഇനലാസ്റ്റിക് ആകുമ്പോൾ ഇലാസ്റ്റിക് ആകുമ്പോൾ എന്ത് ചെയ്യുക, മൊമെന്റം കൺസർവ്ഡ്. അപ്പം കൈനറ്റിക് എനർജി നോട്ട് കൺസർവ്ഡ്. അങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങളുള്ളൂ പഠിക്കാം. അപ്പം ഇലാസ്റ്റിക് കൊല്യൂഷന് എക്സാമ്പിൾ ആണ് ഗ്യാസ് മോളിക്യൂൾസ് അല്ലെ. ഗ്യാസ് മോളിക്യൂൾസിന് കൊല്യൂഷനെ കുറിച്ചാണ് ഇലാസ്റ്റിക് കൊല്യൂഷൻ പറഞ്ഞത്. ഇലാസ്റ്റിക് കൊല്യൂഷൻ ആകുമ്പോൾ കാറിന്റെ ക്രാഷ്, കാറിന്റെ കൂട്ടിയിടിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ അടുത്തേക്ക് പോവുകയാണ്. ഓൺ ദി ബേസ് ഓഫ് ഡയമെൻഷൻ. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിലാണ് ഇതേ കൊല്യൂഷനെ നമ്മൾ ഇലാസ്റ്റിക് കൊല്യൂഷൻ ആൻഡ് ഇനലാസ്റ്റിക് കൊല്യൂഷൻ ക്ലാസിഫൈ ചെയ്തത്. അപ്പൊ ഓൺ ദ ബേസിസ് ഓഫ് ഡയമെൻഷൻ അടിസ്ഥാനമാക്കി കൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യുക, മൂന്നാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 1 ഡയമെൻഷൻ മോഷൻ, 2 ഡയമെൻഷൻ മോഷൻ ആൻഡ് 3 ഡയമെൻഷൻ മോഷൻ. ഓക്കെ, അതിൽ നിങ്ങൾ പഠിക്കാനുള്ളത് 1 ഡയമെൻഷൻ മോഷൻ ആൻഡ് 2 ഡയമെൻഷൻ മോഷൻ ആണ്. അതിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് 1 ഡയമെൻഷൻ കൊല്യൂഷനെ കുറിച്ച് മാത്രമാണ് കൂടുതലായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. 2 ഡയമെൻഷനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഓക്കെ, നമ്മൾ പെട്ടെന്ന് തന്നെ കൊല്യൂഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ 1 ഡയമെൻഷനൽ മോഷനിൽ ഉണ്ടാകുന്ന ഇലാസ്റ്റിക് കൊല്യൂഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് കൊല്യൂഷൻ എന്നത് ബോത്ത് മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി കൺസർവ് ചെയ്യണ ഇതിന് എന്താ പറയാ, ഇലാസ്റ്റിക് കൊല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ ഒരു ബോഡി എക്സ് ആക്സിസിലാണ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു കൊല്യൂഷൻ നടക്കുന്ന എക്സ് ആക്സിസിലാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു കോർഡിനേറ്റ് വരും എന്ത് ചെയ്യുക, ആ ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഇതിനെ എന്ത് ചെയ്യുക, 1 ഡയമെൻഷനൽ മോഷൻ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പൊ അവിടെ ഉണ്ടാകുന്ന കൊല്യൂഷൻ ആണ് 1 ഡയമെൻഷനൽ കൊല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ഇലാസ്റ്റിക് കൊല്യൂഷൻ 1 ഡയമെൻഷൻ ആ ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ അതിലേക്ക് പോകാം. സപ്പോസ് ഈ ഇലാസ്റ്റിക് കൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം 2 ബോഡീസ് കൺസിഡർ ചെയ്യുക. ഇപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് രണ്ട് ബോഡിയെ കേട്ടോ നമുക്ക് ഇവിടെ വരയ്ക്കാം. 2 ബോഡി വരയ്ക്കാം. 2 ബോഡി. അപ്പോൾ അതിന്റെ ഒന്നിന്റെ മാസ് m1 ആണ്, അടുത്തതിന്റെ മാസ് m2 ആണ്. ഈ ബോഡി m2 മൂവ് ചെയ്യണ ബോഡിയാണ്, അതായത് ബോഡി m2 മൂവ് ചെയ്യണം ബോഡി. അപ്പൊ അതിന്റെ വെലോസിറ്റി u1 ആണ്. അതുപോലെ m2 എന്നുള്ള ബോഡി ഇല്ലയോ, m2 എന്ന ബോഡി റെസ്റ്റിലാണ്. അപ്പൊ അതിന്റെ വെലോസിറ്റി ഉണ്ടാവില്ലല്ലോ, വെലോസിറ്റി u2 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ ഇതാണ് ശരിക്കും 1 ഡയമെൻഷൻ മോഷൻ എടുക്കുന്നത്. ഒരു ബോഡി റെസ്റ്റിലാണ്, അടുത്തൊരു ബോഡി എന്ത് ചെയ്യുക, ആ റെസ്റ്റിൽ നിൽക്കുന്ന ബോഡീനായിട്ട് ഇതിന്റെ അടുത്തേക്ക് വരും അല്ലേ. അപ്പൊ എന്താ അടുത്തേക്ക് വന്നിട്ട് കുറച്ച് കഴിഞ്ഞ് കൂട്ടിമുട്ടും. അപ്പൊ എന്താ കൊളൈഡ് ചെയ്യും. അപ്പൊ അതാണ് ഈ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്തു, ഈ ബോഡീസ് തമ്മിൽ കൂട്ടിമുട്ടാണ് അല്ലെ. ഇതിന്റെ മാസ് m1 തന്നെ, m2 തന്നെ. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, 2 പേരും കൂട്ടിമുട്ടുകയാണെങ്കിൽ ഈ ഇലാസ്റ്റിക് കൊല്യൂഷൻ ആണ് അല്ലെ. അപ്പം കൂട്ടിമുട്ടി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫൈനൽ വെലോസിറ്റി ഉണ്ടാവുമല്ലോ. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാല് v ആണ്. ഫൈനൽ വെലോസിറ്റി v ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു ഇലാസ്റ്റിക് കൊല്യൂഷൻ 1 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ 2 ബോഡീസ് കൂട്ടിമുട്ടി. അപ്പൊ എന്ത് ചെയ്യാം, 2 ബോഡി ഒരു ഗിവൺ വെലോസിറ്റി ഉണ്ടാവുമല്ലോ. അപ്പം പുതിയതായി ഉണ്ടായ ഒരു വെലോസിറ്റി ഇല്ലേ, അതായത് ഒരു ബോഡി റെസ്റ്റിലേന് ആദ്യം, അടുത്ത ബോഡി എന്ത് ചെയ്യുക, വെലോസിറ്റിയിൽ വന്നിട്ട് ആ റെസ്റ്റിൽ നിൽക്കുന്ന ബോഡിനെ കൂട്ടിമുട്ടുക. അപ്പൊ ഈ 2 ബോഡി എന്ത് ചെയ്യും, മോഷനിലേക്കോ. അപ്പം അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ വെലോസിറ്റി, ഇപ്പൊ രണ്ടും ഒരുമിച്ചാണ് ഇലാസ്റ്റിക് കൊല്യൂഷൻ ആകുമ്പോൾ 2 ബോഡിയും അറ്റാച്ച് ചെയ്താണ് പോകണമെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ വെലോസിറ്റി നമുക്ക് കാണാൻ പറ്റണം. അപ്പൊ ആ ടോട്ടൽ വെലോസിറ്റി ആണ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ കാണാൻ പോകുന്നത്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇലാസ്റ്റിക് കൊല്യൂഷൻ ഇൻ 1 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും മൊമെന്റം ബിഫോർ കൊല്യൂഷൻ ആൻഡ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊല്യൂഷൻ എന്ന് പറയാൻ പറ്റും. അപ്പം ഒരു ഇലാസ്റ്റിക് കൊല്യൂഷൻ ആകുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും
ഏതാ ഇൻ ഇലാസ്റ്റിക് കൊളീഷനിൽ എന്താ പറയുക മൊമെന്റം ഈസ് കൺസർവ്ഡ്. മൊമെന്റം ഈസ് കൺസർവ്. ഒരു ഇലാസ്റ്റിക് കൊളീഷൻ ആകുമ്പോൾ മൊമെന്റം എന്ത് എപ്പോഴും കൺസർവ് ചെയ്തിട്ട് നിൽക്കുകയാണ് ചെയ്യുക. മൊമെന്റ് കൺസർവ് ചെയ്യുന്ന പറയുമ്പോൾ ആഫ്റ്റർ കൊലീഷന് മുന്നുള്ള മൊമെന്റും കൊലീഷന് ശേഷമുള്ള മൊമെന്റും ഈക്വൽ ആയിരിക്കും. അതാണ് മൊമെന്റം കൺസർവേഷൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുള്ളൂ ബിഫോർ കൊലീഷന് മുന്നേ ഉണ്ടായപ്പോൾ പാർട്ടിക്കിളിന്റെ മാസ് m1, അവിടെ എന്താണ് വെലോസിറ്റി u1. ഓക്കെ, കൊലീഷന് ശേഷം ഉണ്ടാകുന്ന സെക്കൻഡ് പാർട്ടിക്കിൾ പറയുമ്പോൾ m2 ആണ്. അപ്പൊ അതിന്റെ വെലോസിറ്റി u2. ഇവിടെ സെക്കൻഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ u2 എന്ന് പറഞ്ഞാൽ 0 അല്ലേ, 0 ഈക്വൽ ടു ആഫ്റ്റർ കൊലീഷൻ ശേഷമുള്ള വെലോസിറ്റി എന്ന് പറയുമ്പോൾ കാണലാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇവിടെ അറിയാലോ m1 പ്ലസ് m2 അല്ലെ. അപ്പൊ രണ്ട് ബോഡീസ് ഒരുമിച്ചാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ മാസസ് നമ്മൾ എന്ത് ചെയ്യുക, ഒരുമിച്ച് എടുക്കാം. m1 പ്ലസ് m2 ഇൻറ്റു v. ഓക്കെ, അപ്പൊ അത് നമ്മൾ v കാണാം. v ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക, m1 u1. അപ്പൊ m2 ഇൻറ്റു 0 എന്നാൽ 0 ആയി പോയി. m1 u1 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. അപ്പൊ ഒന്നും കൂടി ഇവിടെ എഴുതാം, m1 പ്ലസ് m2. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ചെയ്യുക, വെലോസിറ്റി അല്ലെ, ഫൈനൽ വെലോസിറ്റി ആഫ്റ്റർ കൊലീഷന് ശേഷം ഒരു വസ്തുവിന് കിട്ടുന്ന ഫൈനൽ വെലോസിറ്റി ആണ് നമ്മളിപ്പോൾ എഴുതിയത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം നമുക്കറിയാം. ഇനി നമുക്കറിയാം ഒരു കൊലീഷൻ ഇലാസ്റ്റിക് കൊലീഷൻ ആയതാണ്. ഓക്കെ, ഇപ്പൊ സപ്പോസ് ദ കൊലീഷൻ ഈസ് നോട്ട് ഇലാസ്റ്റിക് കൊലീഷൻ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെയുള്ള കൈനറ്റിക് എനർജി എന്ത് ചെയ്യാം, മൊമെന്റത്തിന് വലിയ മാറ്റം ഇല്ലെങ്കിലും കൈനറ്റിക് എനർജി എന്ത് ചെയ്യാം, എന്തായാലും ചേഞ്ച് ആവും. ഈ ഇൻഇലാസ്റ്റിക് കൊലീഷന്റെ കേസിലുള്ള ചേഞ്ച് കൈനറ്റിക് എനർജി അങ്ങനെ റെപ്രസെന്റ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോ ഇൻഇലാസ്റ്റിക് കൊലീഷൻ എന്ത് ചെയ്യുക, കൈനറ്റിക് എനർജിക്ക് ചേഞ്ച് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്യാലോ, കൈനറ്റിക് എനർജി ഇനീഷ്യൽ മൈനസ് കൈനറ്റിക് എനർജി ഫൈനൽ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പൊ ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഒരു ബോഡി റെസ്റ്റിലാണ്, അതായത് സെക്കൻഡ് ബോഡി റെസ്റ്റിലാണ്, ഫസ്റ്റ് ബോഡി എന്ത് ചെയ്യുക, ഇതിനെ വന്ന് ഹിറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി u1 ആണ്, സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി u2 ആണ്. ഓക്കെ, അപ്പോൾ റെസ്റ്റിൽ നിൽക്കുകയാണെങ്കിൽ ആ ബോഡിയുടെ വെലോസിറ്റി എന്ത് ചെയ്യുക, ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതായിക്കൂടെ, ഹാഫ് m സ്ക്വയർ അല്ലെ, ഹാഫ് m1 u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 u2 സ്ക്വയർ എഴുതിക്കൂടെ, മൈനസ് കൈനറ്റിക് എനർജി ഫൈനൽ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു m1 പ്ലസ് m2 ഇൻറ്റു v സ്ക്വയർ. ക്ലിയറല്ലോ, നമുക്ക് നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്. ഓക്കെ, നമ്മളിവിടെ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഫൈനൽ ആയിട്ടുള്ള കൈനറ്റിക് എനർജി എങ്ങനെയാവും, m1 പ്ലസ് m2 ആണല്ലേ, അതിന്റെ കൂടെ ഒരു v സ്ക്വയർ ഉണ്ടാവും, പിന്നെ ഇൻറ്റു ഒരു ഹാഫ്. അപ്പൊ ഇത്ര കാര്യങ്ങൾ നമുക്കറിയാം. ഇതിൽ നിന്നിട്ട് നമുക്കറിയാം m2 u2 സ്ക്വയർ അല്ലേ, ഇവിടെ u2 എന്ന് പറഞ്ഞത് 0 ആണ്. കാരണം എന്താ, സെക്കൻഡ് ബോഡി എന്ത് ചെയ്യുക, റെസ്റ്റിലാണ് അല്ലേ. അപ്പൊ ഉണ്ടാകുന്ന റെസ്റ്റിലാകുമ്പോൾ വെലോസിറ്റി ഉണ്ടാവില്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള കൈനറ്റിക് എനർജി 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് ചെയ്താലോ, ഹാഫ് m1 u1 സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു m1 പ്ലസ് m2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു m1 പ്ലസ് m2 ഇൻറ്റു v സ്ക്വയർ അല്ലേ, ഇൻറ്റു v സ്ക്വയർ. ഓക്കെ, നമുക്ക് നേരത്തെ വിക്ക് ഒരു ഫോർമുല പഠിച്ചിട്ടുള്ളൂ. ആ ഫോർമുല നമുക്ക് ഇവിടേക്ക് എടുത്ത് തരാം. എന്താണ്, v ഈക്വൽ ടു m1 u1 / m1 പ്ലസ് m2. v എന്ന് പറയുന്നത് m1 u1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. അപ്പൊ ഈ ഒരു ഫോർമുലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ v സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, എന്താ, ഹാഫ് ഇൻറ്റു m1 u1 സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു m1 പ്ലസ് m2 ഇൻറ്റു v സ്ക്വയർ. അപ്പൊ v സ്ക്വയർ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ, അതായത് m1 സ്ക്വയർ u1 സ്ക്വയർ ഡിവൈഡ് ബൈ നമ്മൾ അടുത്ത സ്ക്വയർ നമ്മൾ ഒരുമിച്ച് ചെയ്തു കേട്ടോ, m1 പ്ലസ് m2 ദ ഹോൾ സ്ക്വയർ. ഇനി നമുക്കറിയാം അവിടെ വെട്ടിപ്പോയുള്ള കാര്യങ്ങൾ വെട്ടിപ്പോവാം. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറും ഇവിടെ m1 പ്ലസ് m2 വെട്ടിക്കൂടെ. അപ്പം ബാക്കി എന്താ ഉണ്ടാവുക, ബാക്കിയുള്ളത് എഴുതാം. ബാക്കിയുള്ളത് എഴുതുമ്പോൾ ഹാഫ് m1 u1 സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു
എന്താ ഉള്ളത് m1 square u1 square divided by m1 plus m2 ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ ഇതിൽ നിന്നിട്ട് ഒരു ഹാഫ് m1 u1 സ്ക്വയറിനെ ഞാൻ കോമൺ ആക്കി എടുക്കാം. ഹാഫ് m1 u1 സ്ക്വയറിനെ കോമൺ ആക്കി എടുക്കാം. അപ്പൊ എന്താ കിട്ടുക? ഇവിടെ എഴുതാം ഹാഫ് m1 u1 സ്ക്വയറിനെ കോമൺ ആക്കി എടുത്തു. കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ എന്താ നമ്മൾ എഴുതാൻ പറ്റുക? അപ്പോൾ ഇങ്ങനെ എഴുതി കൂടെ 1 മൈനസ് m1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എഴുതി കൂടെ ആണല്ലോ. അതെങ്ങനെ വന്ന് ഹാഫ് m1 u1 സ്ക്വയർ കോമൺ ആക്കി എടുത്ത്. അപ്പം മേലെ ഒരു m1 ഉണ്ടാവുക, താഴെ എന്ത് ചെയ്യുക ഒരു m1 പ്ലസ് m2 ഉണ്ടാവുക. ഓക്കെ, അപ്പോ അതിനെ ഞാൻ m1 പ്ലസ് m2 എന്ത് ചെയ്യുക 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത ഹാഫ് m1 u1 സ്ക്വയർ അതേമാതിരി എഴുതി. അപ്പോൾ 1 ഇൻറ്റു m1 പ്ലസ് m2 എന്ന് പറയുമ്പോൾ m1 പ്ലസ് m2 മൈനസ് m1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഓക്കെ, ഇനിയിപ്പോ ഇതിൽ രണ്ട് m1 ഉണ്ട് അല്ലെ. ഇവിടെ ഒരു പ്ലസ് m1 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് m1 ഉണ്ട്. അപ്പൊ ആ രണ്ട് നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്ത് പോവാം. അപ്പൊ അത് m1 ഈ മൈനസ് m1 ക്യാൻസൽ ചെയ്ത് പോയത്. ബാക്കിയുള്ള ക്വാണ്ടിറ്റി എങ്ങനെ എഴുതാം? ബാക്കിയുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഹാഫ് m1 u1 സ്ക്വയർ m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ഒന്ന് നന്നാക്കി എഴുതാണ്. ഹാഫ് m1 m2 u1 സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്ത് പറയാ? ചേഞ്ചിങ് കൈനറ്റിക് എനർജി എന്ന് പറയാം. ഇതാണ് ചേഞ്ചിങ് കൈനറ്റിക് എനർജി എന്ന് പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.